ചില ബിസിനസ്സുകാർ അവരുടെ ബിസിനസ്സിൽ വലിയ ഉയർച്ച നേടുന്നു, ചിലർ അത്രയും ഉയർച്ച നേടുന്നില്ല. അങ്ങനെ ഉയർച്ച നേടുന്ന ബിസിനസ്സുകാർ ഏതെല്ലാം വിഷയങ്ങളിലാണ്, ഏതെല്ലാം ജോലികളിലാണ് ഫോക്കസ് ചെയ്യുന്നത് എന്നാണ് നമ്മൾ ചർച്ച ചെയ്യാൻ പോകുന്നത്. പ്രിയമുള്ളവരെ, ഞാൻ മധു ഭാസ്കരൻ സമഗ്ര ILH സ്വാഗതം. എന്റർപ്രണേഴ്സിന് പഠിക്കാൻ വേണ്ടിയുള്ള ഒരു ഫ്രീ ലേണിംഗ് പ്ലാറ്റ്ഫോമാണ് സമഗ്ര ILH. വലിയ പദ്ധതികളുമായി മുന്നോട്ട് പോകുന്ന ആ ഒരു കൂട്ടായ്മയിലേക്ക് നിങ്ങളെ സ്വാഗതം ചെയ്യുന്നു. വെബ്സൈറ്റിൽ പോയാൽ samagraLearning.com എന്ന വെബ്സൈറ്റിൽ പോയാൽ ആർക്കും ഇതിൽ രജിസ്റ്റർ ചെയ്യാവുന്നതാണ്. ഫ്രീ രജിസ്ട്രേഷനാണ്. പ്രിയമുള്ളവരെ, ചില ബിസിനസ്സുകാർ വമ്പിച്ച് ഉയർച്ച നേടുന്നു, ചില ബിസിനസ്സുകാർ ഇങ്ങനെ കടന്നു പോകുന്നു. ഈ വമ്പിച്ച് ബിസിനസ്സുകാർ ചില കാര്യങ്ങളിൽ കൃത്യമായി ഫോക്കസ് ചെയ്യും. ആ ഫോക്കസ് ചെയ്യുന്ന കാര്യങ്ങൾ ഏതൊക്കെയാണ്? സാധാരണ ബിസിനസ്സുകാർ വേറെ ചില കാര്യങ്ങളിലായിരിക്കും ഫോക്കസ് ചെയ്യുക. ഏതിലാണോ നിങ്ങൾ ഫോക്കസ് ചെയ്യുന്നത് എന്നതിനെ അടിസ്ഥാനപ്പെടുത്തിയാണ് നിങ്ങളുടെ ബിസിനസ് ഉയർച്ചയിലേക്കാണോ തളർച്ചയിലേക്കാണോ എന്ന് തീരുമാനിക്കുന്നത്. ഞാൻ പറയുന്നത്, നിങ്ങൾ ലോകത്ത് ഏത് വിജയിച്ച ഒരു എന്റർപ്രണറെ എടുത്ത് ചോദിച്ചു നോക്കൂ, ശരിയോ തെറ്റോ നിങ്ങൾ തിരിച്ചറിയാൻ കഴിയും. വളരെ മൈന്യൂട്ടായ ചില കാര്യങ്ങളാണ്. നോക്കൂ, സാധാരണ ജീവിതത്തിൽ വലിയ ഉയർച്ച നേടാത്ത 10, 15, 20 കൊല്ലമായി ഇങ്ങനെ ചെയ്തുകൊണ്ട് പോകുന്നു. ഒരു വലിയ ഉയർച്ചയില്ല. ഇവരുടെ ഒപ്പം തുടങ്ങിയ പല ബിസിനസ്സുകാരും വലിയ ഉയർച്ച നേടിയപ്പോഴും ഇവരിങ്ങനെ തട്ടിമുട്ടി പോകുന്ന ചില ആളുകളെ, തട്ടിമുട്ടിപ്പോകുന്ന ചില ബിസിനസ്സുകാരെ കണ്ടിട്ടില്ലേ? അവർ ഏതൊക്കെയായിരിക്കും ചെയ്യുക? പ്രധാനമായി അവർ ചെയ്യുന്ന കാര്യങ്ങൾ നോക്കൂ. അഡ്മിനിസ്ട്രേറ്റീവ് വർക്ക് കൂടുതൽ ചെയ്യുന്നുണ്ടാവും. അവരുടെ ഓഫീസുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ, ഡേ ടു ഡേ ആക്ടിവിറ്റീസിൽ ഭയങ്കര ഇൻവോൾവ് ആയിരിക്കും അവർ. ഇതാണ്, ഇന്ന് വെള്ളം വന്നോ, വെള്ളത്തിന് എത്ര പൈസയായി, എന്തിനാണ് ആ 10 രൂപ കൊള്ളു കൊടുത്തത്, ഇങ്ങനത്തെ കാര്യങ്ങളെല്ലാം അവർ ഇൻവോൾവ് ചെയ്തുകൊണ്ടിരിക്കും. എല്ലാ പേപ്പർ വർക്കുകളും അവരറിയാതെ പുറത്തു പോകില്ല എന്നാണ്. ഏതെങ്കിലും ഒരു വകുപ്പിൽ അവർ ഒപ്പിടണം, ഏതെങ്കിലും ഒരു പേപ്പർ വന്നാൽ അതിൽ അവർ കാണണം, ഒരാൾക്കൊരു അപ്പോയിൻമെൻറ്റ് കൊടുക്കണമെങ്കിൽ അയാൾ നോക്കണം. ഇങ്ങനെ എല്ലാ പേപ്പർ വർക്കുകളും അയാളുടെ ഇൻവോൾവ്മെൻറ്റോടുകൂടി ചെയ്യും. സാധാരണ ബിസിനസ്സുകാർ ചെയ്യുന്ന കാര്യങ്ങളാണ് ഞാൻ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. ഇവർ ഇതിലൊക്കെയായിരിക്കും ഫോക്കസ് ചെയ്യുക. പിന്നെ ഇവർ സ്ഥിരം ചെയ്യുന്ന ഒരു കാര്യമാണ് മൈക്രോ മാനേജ്മെന്റ് എന്ന്. ചെറിയ ചെറിയ കാര്യങ്ങളിൽ പോലും പോയി ഇടപെടും. സെക്യൂരിറ്റി അലക്കിയ ഡ്രസ്സെല്ലാം ഇട്ടില്ലെങ്കിൽ അവിടെ ചെന്ന് പറഞ്ഞുകൊണ്ടിരിക്കും, നീ എന്താ അലക്കിയ ഡ്രസ്സ് ഇടാത്ത, നമ്മൾ ആക്ഷൻ എടുക്കും എന്നൊക്കെ പറഞ്ഞ് സെക്യൂരിറ്റിയോട് പറയേണ്ടത് ഇയാളുടെ മാനേജറാണ്, ഇയാളല്ല. ഇങ്ങനെ എല്ലാ കാര്യങ്ങളിലും ഇടയ്ക്ക് ചെന്ന് വളരെ മൈക്രോ ലെവലിൽ ചെന്ന് ഇയാൾ മാനേജ് ചെയ്തിരിക്കും. അതുകൊണ്ട് എന്താ സംഭവിക്കുക? ഇയാൾക്ക് വളരെ പ്രധാനപ്പെട്ട പല കാര്യങ്ങളും ചെയ്യാൻ സമയമുണ്ടാവില്ല എന്നതാണ്. അപ്പം ഇയാളുടെയൊക്കെ ഫോക്കസ് ഇതിലായിരിക്കും. ചെറിയ ചെറിയ കാര്യങ്ങളിലായിരിക്കും ഇയാൾ ഫോക്കസ് ചെയ്തുകൊണ്ടിരിക്കുക. എല്ലാ മെയിലുകളും ഇയാൾ ചെക്ക് ചെയ്യും. ഇയാൾ അറിയാതെ ഒരു മെയിൽ ഈ സ്ഥാപനത്തിന് വരില്ല, ഇയാൾ അറിയാതെ ഒരു മെയിൽ ഈ സ്ഥാപനത്തിൽ നിന്ന് പുറത്തു പോകില്ല. അതാണ് ഇയാളുടെ പ്രത്യേകതകൾ. എല്ലാ ഫോണുകളും ഇയാളിലേക്ക് വരും. ഒരു ഫോൺ മിസ്സായാൽ ജീവിതം പോകുമെന്ന് പറയുന്ന ആളാണ്. നമ്മളുടെയൊക്കെ ഇരുന്ന് വർത്തമാനം പറയുമ്പോൾ 10, 30 ഫോൺ കോളുകൾ അറ്റൻഡ് ചെയ്യുന്ന എന്റർപ്രണേഴ്സിനെ ഞാൻ കണ്ടിട്ടുണ്ട്. എനിക്ക് അത്ഭുതം തോന്നും. ഏകദേശം 1-1.5 മണിക്കൂർ വർത്തമാനത്തിനിടയ്ക്ക് 30 കോളുകൾ. അങ്ങനെയാണെങ്കിൽ ഒരു ദിവസം എത്ര കോളുകൾ? ഫോൺ നിരോധിച്ചാൽ നിങ്ങൾ മരിച്ചു പോകില്ലേ എന്ന് ഞാൻ ചോദിക്കാറുണ്ട് അവരോട്. അപ്പോൾ അതാണ് അവർ അടുത്ത് ഫോക്കസ് ചെയ്യുന്നത്. സാധാരണക്കാരായ രക്ഷപ്പെടാത്ത ബിസിനസ്സുകാർ ഫോക്കസ് ചെയ്യുന്ന കാര്യങ്ങളാണ്. എല്ലാ അക്കൗണ്ടിങ് അവർ നോക്കും. പൈസ വരുന്നത് ഇവരറിയണം, പൈസ പോകുന്നത് ഇവരറിയണം. എല്ലാ അക്കൗണ്ടിങ് ഇവർ തന്നെ ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെന്റുകൾ ചെക്ക് ചെയ്യുന്നത് ഞാൻ പറഞ്ഞിട്ടില്ല കേട്ടോ. അക്കൗണ്ടിങ് ചെയ്തുകൊണ്ടിരിക്കുന്നതാണ്. ഇൻവോയ്സ് അയക്കുന്നതും ഇവർ, പൈസ മേടിക്കുന്നത് ഇവർ, ബില്ല് എഴുതുന്നതും ഇവർ, എല്ലാം ഇവർ തന്നെ. ഇതാണ് രക്ഷപ്പെടാത്ത സാധാരണ ബിസിനസ്സുകാർ ചെയ്യുന്നത്. നോക്കൂ, ബിസിനസ് ബിൽഡ് ചെയ്ത് വളർന്ന് 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 വലുതാകുന്ന എന്റർപ്രണേഴ്സ് നോക്കൂ. അവർ ചില കാര്യങ്ങളിൽ ഫോക്കസ് ചെയ്യുന്നുണ്ട്. പക്ഷെ അവർ ഫോക്കസ് ചെയ്യുന്നത് നമ്മൾ നേരത്തെ പറഞ്ഞ കാര്യങ്ങളല്ല. അവർ ഫോക്കസ് ചെയ്യുന്നത് പ്ലാനിങ്, വിഷനിങ്. ഈ സ്ഥാപനം 10 കൊല്ലം കഴിഞ്ഞാൽ, 15 കൊല്ലം കഴിഞ്ഞാൽ എന്തായിരിക്കും, എന്ത് ലക്ഷ്യത്തോടു കൂടിയാണ് ഈ സ്ഥാപനം പോകുന്നത് എന്നതിനെ കുറിച്ചായിരിക്കും അവർ ഫോക്കസ് ചെയ്യുക. അവിടെ എത്തിച്ചേരാൻ എന്തൊക്കെ കാര്യങ്ങൾ ചെയ്യണം, അടുത്ത കൊല്ലം എന്ത് ചെയ്യണം, അതിൻ്റെ അടുത്ത കൊല്ലം എന്ത് ചെയ്യണം, അടുത്ത കൊല്ലം എന്തായിരിക്കും വിഭവങ്ങൾ വേണ്ടത്. ഇവരുടെ ചിന്തകൾ മുഴുവനും പ്ലാനിങ്ങിലും വിഷനിങ്ങിലൊക്കെ ആയിരിക്കും. ഈ സ്ഥാപനം കീപ്പ് ചെയ്യേണ്ട വാല്യൂസ് എന്തൊക്കെയാണ്, ആ വാല്യൂസ് എങ്ങനെയാണ് കൃത്യമായി ഈ സ്ഥാപനത്തിലുള്ള മുഴുവൻ ആളുകൾ കൊണ്ടുപോകുന്നത് എന്നതിനെ കുറിച്ചായിരിക്കും അവർ ചിന്തിക്കുക. ക്ലാരിഫൈങ് ദ വാല്യൂസ്, ക്ലാരിഫൈങ് ദ പർപ്പസ്. അത് എങ്ങനെയാണ് ഒരു നീണ്ട കാലം ഒരു സ്ട്രാറ്റജിയെ കുറിച്ചാണ് ഇവർ ചിന്തിക്കുക. ഈ യുദ്ധത്തിന് പോകുമ്പോൾ യുദ്ധത്തിന്റെ ക്യാപ്റ്റൻ ഇരുന്നു കൊണ്ട്, ഇല്ലെങ്കിൽ അവിടുത്തെ ഏറ്റവും വലിയ പടവീരന്മാരുടെ തലവനുണ്ടല്ലോ, അദ്ദേഹം സ്ട്രാറ്റജിയെ കുറിച്ച്, അല്ലാണ്ട് അദ്ദേഹം തുണി അലക്കാനും തുണി തേക്കാനുമല്ല പോവുക. അപ്പോൾ ഒരു സ്ട്രാറ്റജിക്കൽ തിങ്കിങ് ആയിരിക്കും അവരുടെ ഈ സക്സസ്ഫുള്ളായ എന്റർപ്രണേഴ്സ് ചെയ്യുക.
അവർ കസ്റ്റമേഴ്സിനെ ശ്രദ്ധിക്കും. കാരണം എന്താ? കസ്റ്റമേഴ്സാണ് അന്നം തരുന്നവർ. കസ്റ്റമേഴ്സിൻ്റെ ഇപ്പോഴത്തെ ഫീലിംഗ് എന്താ, കസ്റ്റമർ എങ്ങനെയാണ് ചിന്തിക്കുന്നത്, കസ്റ്റമറുടെ ചിന്തകൾക്കനുസരിച്ച് എൻ്റെ ബിസിനസ്സിൽ എന്ത് മാറ്റങ്ങൾ വരുത്താൻ കഴിയുമെന്ന് അതിനായി സമയം കണ്ടുപിടിക്കും. കസ്റ്റമറോട് വർത്തമാനം പറയാൻ പോലും സമയം കിട്ടാത്ത എത്രയോ എൻ്റർപ്രനേഴ്സ് കിടപ്പുണ്ട് ഇവിടെ. രാത്രിയും പകലും കിടന്ന് ഓടും. 5 കൊല്ലമായി ഒരു ഡീലർ, ആ ഡീലറുമായി എല്ലാ 3 മാസം കൂടുമ്പോൾ ചർച്ച നടത്തണം. അവരുടെ മനസ്സെന്താന്ന് വായിക്കാൻ കഴിയാത്ത ഒരു എൻ്റർപ്രനർക്ക് എങ്ങനെയാണ് അടുത്ത ലെവലിനെ കുറിച്ച് പ്ലാൻ ചെയ്യാൻ കഴിയുക? റിസർച്ചിലാണ് അയാൾ ഫോക്കസ് ചെയ്യേണ്ടത്. എൻ്റെ ഇൻഡസ്ട്രിക്ക് എന്ത് സംഭവിച്ചു കൊണ്ടിരിക്കുന്നു, ഇത് കാലാകാലങ്ങളിൽ എന്ത് മാറ്റം കൊണ്ടുവരാൻ പോകുന്നു, ടെക്നോളജി എങ്ങനെയാണ് മാറാൻ പോകുന്നത്, അതിനനുസരിച്ച് എൻ്റെ സ്ഥാപനത്തിൻ്റെ ഘടന എങ്ങനെ മാറ്റാമെന്ന് ചിന്തിക്കേണ്ട ആളാണ്. ഗവേഷണത്തിൽ ഊന്നി നിൽക്കേണ്ട ആളാണ്. ഇത്തരം കാര്യങ്ങൾ പ്ലാനിങ്, വിഷ്വലൈസേഷൻ, വിഷനിങ്, വാല്യൂസ് ക്രിയേറ്റ് ചെയ്യുക, കസ്റ്റമറെ ശ്രദ്ധിക്കുക, ഗവേഷണം നടത്തുക, ഇത്തരം കാര്യങ്ങളിൽ ഫോക്കസ് ചെയ്യാൻ സമയമില്ലാത്തതിന് കാരണം ഞാൻ നേരത്തെ പറഞ്ഞ ഫോൺ കോളുകൾ, അഡ്മിനിസ്ട്രേറ്റീവ് വർക്ക്, പേപ്പർ വർക്ക്, അത് ഇതെന്ന് പറഞ്ഞ് ആ കച്ചറ വർക്കുകൾ ചെയ്യുന്നതുകൊണ്ട്. അത് വേണ്ട എന്നല്ല, അത് ചെയ്യാൻ നിങ്ങൾ പോയാൽ ഇത് ചെയ്യാൻ ആളുണ്ടാവില്ല, അതുകൊണ്ട് ഈ സ്ഥാപനം മുന്നോട്ട് പോകില്ല എന്നാണ്. ഗ്രോത്തിനെ കുറിച്ചാണ് ഒരു എൻ്റർപ്രനർ ചിന്തിക്കേണ്ടത്. അങ്ങനെ ഗ്രോത്തിനെ കുറിച്ച് എൻ്റർപ്രനർ ചിന്തിക്കുമ്പോൾ അത് ചെയ്യാൻ കുറച്ച് ആളുകളെ ഉണ്ടാക്കിയെടുക്കണം. അതാണ് ലീഡർഷിപ്പ് ക്രിയേഷനാണ് ബിസിനസ് എന്ന് പറയാൻ കാരണം. അങ്ങനെ ഒത്തുചേർന്ന് വരുമ്പോൾ വലിയ വിജയമുണ്ടാകും. നിങ്ങൾ 7 ഹാബിറ്റ്സ് ഓഫ് ഹൈലി എഫക്റ്റീവ് പീപ്പിൾ എന്ന് പറയുന്ന മനോഹരമായ ഗ്രന്ഥം വായിച്ചിരിക്കാൻ സാധ്യതയുണ്ട്, ഇല്ലെങ്കിൽ വായിച്ചിരിക്കണം. അതിൽ ഒരു ടൈം മാട്രിക്സിനെ കുറിച്ച് പറയുന്നുണ്ട്. 4 കള്ളികളിൽ സമയത്തിനെ നമുക്ക് വിനിയോഗിക്കാം എന്ന് ആ പുസ്തകത്തിൽ സ്റ്റീഫൻ ആർ കോവി പറയുന്നുണ്ട്. അതിൽ ആദ്യത്തെ കോളത്തിനെ പറയുന്നത് ഇമ്പോർട്ടൻറ്റ് ആൻഡ് അർജൻറ്റ് എന്നാണ്. അതായത് ലക്ഷ്യത്തിനെ സഹായിക്കുന്ന വളരെ പ്രധാനപ്പെട്ട പ്രവൃത്തിയാണ്, പക്ഷേ വളരെ അർജൻറ്റാണ്. അതാണ് ആദ്യത്തെ കോളം. രണ്ടാമത്തെ കോളം എന്ന് പറയുന്നത് ഇമ്പോർട്ടൻ്റ് ആണ്, വളരെ പ്രധാനപ്പെട്ടതാണ്, പക്ഷേ നോട്ട് അർജൻ്റ് ആണ്, അത്ര അർജൻ്റ് അല്ല. അതാണ് രണ്ടാമത്തെ കോളം. മൂന്നാമത്തെ കോളം നോട്ട് അർജൻറ്റ്, നോട്ട് ഇമ്പോർട്ടൻറ്റ്, അർജൻറ്റ് എന്ന് പറയുന്ന 2 കോളം. ആ കോളത്തിനെ കുറിച്ച് ചർച്ച ചെയ്യാൻ പോലും എനിക്ക് താല്പര്യമില്ല. കാരണം ആ 2 കോളത്തിലും പണിയെടുക്കുന്നവൻ ജന്മത്തിൽ രക്ഷപ്പെടില്ല എന്നാണ്. നമുക്ക് ഈ 2 കോളങ്ങളെ എടുക്കാം. എന്താണ്? അർജൻറ്റ്, ഇമ്പോർട്ടൻറ്റ്. രണ്ടാമത് ഇമ്പോർട്ടൻറ്റ്, നോട്ട് അർജൻറ്റ്. ശ്രദ്ധിക്കൂ, ഈ ബഹുഭൂരിപക്ഷം രക്ഷപ്പെടാത്ത എൻ്റർപ്രനർ ബഹുഭൂരിപക്ഷം സമയം വിനിയോഗിക്കുന്നത് അർജൻറ്റ് ഇമ്പോർട്ടൻറ്റിലാണ്. അതുകൊണ്ടാണ് അയാൾ ജീവിതം മുഴുക്ക ടെൻഷൻ അടിക്കുന്നത്. അർജന്റാണ്, പ്രധാനപ്പെട്ടതാണ്, എല്ലാം ചെയ്യണം ഇയാൾ. ഇത് ചെയ്തില്ലെങ്കിൽ, ഞാൻ നേരത്തെ പറഞ്ഞ ജോലികൾ നിങ്ങൾ ചെയ്യണ്ട എന്ന അർത്ഥത്തിലല്ല, അത് നിങ്ങൾക്ക് അത്ര അർജന്റായി, ഇമ്പോർട്ടൻ്റ് ആയി, അതുകൊണ്ടാണ് നിങ്ങൾ ടെൻഷൻ അടിക്കുന്നത്. പകരം ഇമ്പോർട്ടൻ്റ് ആണ്, നോട്ട് അർജന്റ് ആണ്. പ്ലാനിങ് ഇമ്പോർട്ടൻ്റ് ആണ്, നോട്ട് അർജന്റ് അല്ല, നോട്ട് അർജന്റ് ആണ്. 3 കൊല്ലം കഴിഞ്ഞിട്ടുള്ള കാര്യമാണ്. സ്ട്രാറ്റജി ഭാവിയിലേക്കുള്ളതാണ്, അർജന്റ് അല്ല, ഇമ്പോർട്ടൻ്റ് ആണ്. വാല്യൂസ് ഇമ്പോർട്ടൻ്റ് ആണ്, അർജന്റ് അല്ല. ഗവേഷണം ഇമ്പോർട്ടൻ്റ് ആണ്, അർജന്റ് അല്ല. നോക്കൂ, ഇമ്പോർട്ടൻ്റ് നോട്ട് അർജന്റായ കാര്യം നേരത്തിന് ചെയ്യാതിരിക്കുമ്പോഴാണ് ആ ജോലി ഇമ്പോർട്ടൻ്റ് അർജന്റിൽ എന്ന ആദ്യത്തെ കോളത്തിലേക്ക് വരുന്നത്. ഉദാഹരണം, ഞാൻ സെപ്റ്റംബർ മാസം ഇരുന്നിട്ട് മെയ് മാസം നടക്കുന്ന പരീക്ഷയെക്കുറിച്ച് ചിന്തിക്കുമ്പോൾ അത് ഇമ്പോർട്ടൻ്റ് ആണ്, നോട്ട് അർജന്റ് ആണ്. കാരണം ഇനിയുമുണ്ട് 9 മാസം, ഒരുങ്ങാൻ സമയമുണ്ട്. പരീക്ഷ പ്രധാനപ്പെട്ടതാണ്, ഒരു വിദ്യാർത്ഥിയെ അപേക്ഷിച്ച് ഇഷ്ടംപോലെ സമയമുണ്ട്. പക്ഷേ ഇയാൾ ഏപ്രിൽ വരെ ഉഴപ്പി. അപ്പോൾ ഏപ്രിൽ മാസം അതേ പ്രവൃത്തി, അതേ പഠിത്തം അർജന്റ് ഇമ്പോർട്ടൻറ്റിലേക്ക് മാറി, ടെൻഷനായി. ഇത് തന്നെയാണ് ബഹുഭൂരിപക്ഷം ബിസിനസ്സുകാരും ചെയ്യുന്നത്. ഇമ്പോർട്ടൻറ്റും നോട്ട് അർജന്റായ കാര്യം കൃത്യമായി പ്ലാൻ ചെയ്ത് ചെയ്യാത്തത് കൊണ്ട് ഇവർക്ക് എല്ലാ ദിവസവും ഡേ ടു ഡേ ആക്ടിവിറ്റീസിൽ ഇമ്പോർട്ടൻറ്റ് അർജന്റ് കോളത്തിൽ പണിയെടുക്കേണ്ടി വരുന്നു. അതുകൊണ്ട് ഒരുപാട് ടെൻഷൻ അടിക്കുന്നു. അങ്ങനെ ടെൻഷൻ അടിക്കുന്നത് കൊണ്ട് ജീവിതം ആസ്വദിക്കാൻ കഴിയാതെ പോകുന്നു. യഥാർത്ഥത്തിൽ ബിസിനസ് ചെയ്യുന്നത് ജീവിതം ആസ്വദിക്കാനാണ് എന്ന ഉദ്ദേശത്തിലാണെങ്കിൽ എന്തിന് ഇങ്ങനെ ടെൻഷൻ അടിച്ച് ബിസിനസ് ചെയ്യണം? പ്രിയമുള്ളവരെ, നേരത്തെ പറഞ്ഞ പോലെ
പ്ലാനിങ്ങിലും വിഷനിങ്ങിലും വാല്യൂസിലും റിസർച്ചിലും കസ്റ്റമറെ ശ്രദ്ധിക്കുക, ഇത്തരം കാര്യങ്ങളിൽ ഫോക്കസ് ചെയ്യുക. ഗ്രോത്തിനെ കുറിച്ച് ചിന്തിക്കാത്ത ഒരാളെയും ഓൺട്രപ്രണർ എന്ന് പറയാൻ കഴിയില്ല. പ്രിയമുള്ളവരെ, ചിന്തിക്കുക, ചെയ്യുക. അടുത്ത ആഴ്ച ഒരു പുതിയ ബിസിനസ് വിഷയവുമായി വീണ്ടും കാണാം. താങ്ക് യു സോ മച്ച്.